നമസ്കാരം. ഞാൻ ഇന്നൊരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ഒരു ബേക്കിംഗ് ട്രേ, അതായത് ഞങ്ങൾ സാധാരണ ബ്രെഡ്, ബിസ്ക്കറ്റ് കാര്യങ്ങളെല്ലാം ഓവനിൽ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബേക്കിംഗ് ട്രേ ആണിത്. അപ്പോൾ ഇത് ഓൾറെഡി ഓൺലൈനിൽ അവൈലബിൾ ആണ്, ഓൺലൈനിൽ കിട്ടും. അതുകൂടാതെ ഷോപ്പുകളിലും വാങ്ങിക്കാൻ, അതായത് ബേക്കിംഗ് ഷോപ്പുകളിലും വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇത് വാങ്ങിക്കുമ്പോൾ എല്ലാ കസ്റ്റമേഴ്സും ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിൽ നല്ല രീതിയിൽ ചീറ്റിംഗ് പരിപാടി ചെയ്യുന്നുണ്ട് ഈ മാനുഫാക്ചേഴ്സ്. അതായത് അവർ പറയുന്ന അതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം ഞാനിപ്പോൾ ഒരു സ്പെക്കാണ്, ഇതൊരു ട്രെയിനിൻ്റെ അത് കേരളത്തിൽ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനീൻ്റെ സ്പെക്കാണിത്. അതായത് അവർ ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് അലൂമിനിയം, അതായത് 3003 എന്നുള്ള മെറ്റീരിയലാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ അതിൻ്റെ ഗേജ് 12 എന്നിട്ടുള്ള മെറ്റീരിയലാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൽ ആസ് പെർ സ്പെക്ക് പ്രകാരം. പക്ഷേ ഇത് മാർക്കറ്റിൽ എത്തിയാൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന 3003 അലൂമിനിയം മെറ്റീരിയലും അല്ല, അതേപോലെ ഗേജ് 12 എന്ന് പറയുന്ന ഗേജ് 12 അല്ല, അതിൻ്റെ എല്ലാം തിക്നെസ് കുറവാണ് മാർക്കറ്റിൽ. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനിൽ ഇങ്ങനത്തെ പ്രൊഡക്റ്റിന് ഒരു 2500 മുതൽ ഒരു 6000 വരെ ഉണ്ട്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും എല്ലാം ഈ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് ചിലത് ഇമ്പോർട്ടഡ് ആയിട്ടും വരുന്നുണ്ട്. അതായത് ഈ കോട്ടയത്തുള്ള കമ്പനി ആക്ച്വലി ഇവർ എക്സ്പോർട്ടാണ് പോകുന്നത്. അപ്പോൾ എക്സ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവർ ആക്ച്വലി ഇതിൽ ആക്ച്വൽ മെറ്റീരിയൽ യൂസ് ചെയ്യേണ്ടത് 3003 H40 എന്നുള്ള മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഇതിൽ ഓവനിൽ വെച്ച് കഴിഞ്ഞാൽ ഈ അലൂമിനിയം ഈ മെറ്റീരിയൽ ഓൾറെഡി ഹീറ്റ് ആകുന്നതാണ്. അപ്പോൾ അതിന് കുറച്ച് ഹാർഡ് ഉള്ള മെറ്റീരിയലാണ് യൂസ് ചെയ്യേണ്ടത്. പക്ഷേ അവരത് അല്ല യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ സോഫ്റ്റ് മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്. അതുകൂടാതെ ഗേജും റോങ് ആണ്. അപ്പോൾ ഇതാരെങ്കിലും വാങ്ങിക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കുക. എന്ന് വെച്ചാൽ ഈ മാനുഫാക്ചറേഴ്സ് തന്നെയാണ് പറ്റിക്കുന്നത്, അതും കോട്ടയത്തുള്ള. ഇത് എന്താ പറയുക, കേരളക്കാരെ പറയിപ്പിക്കാനും കോട്ടയക്കാരെ പേര് കളയാൻ വേണ്ടിയിട്ടുള്ള കുറേ കമ്പനിക്കാർ ഒരു കമ്പനി തുടങ്ങിയിട്ടുണ്ട് ഇതേപോലെ. അപ്പോൾ ഈ മെറ്റീരിയലും, അതായത് ഇത് ബ്രൗഷറിലും അതേപോലെ വെബ്സൈറ്റിലും മെറ്റീരിയൽ പറഞ്ഞിരിക്കുന്നത് ഒന്നും, സപ്ലൈ ചെയ്യുന്നത് വേറെയും, അതേപോലെ ഗേജ്, അതായത് അതിൻ്റെ തിക്നെസ്സും കാര്യങ്ങളും വേറെയും കുറച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നഷ്ടം എപ്പോഴും ഈ വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സിന്, അതായത് ഞങ്ങളെപ്പോലത്തെ ആൾക്കാർ വാങ്ങിച്ചു കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ബേക്കറിക്കാർ യൂസ് ചെയ്യാൻ വേണ്ടി ഇത്രയും വലിയ എമൗണ്ട് വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ക്വാളിറ്റിയും ഉണ്ടാവില്ല, അതിൻ്റെ തിക്നെസ്സും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നഷ്ടം എപ്പോഴും ഈ ബയർ വാങ്ങിക്കുന്ന ആൾക്കാണ്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇതേപോലത്തെ പ്രൊഡക്റ്റ് കേരളത്തിൽ നിന്ന് തന്നെ എക്സ്പോർട്ട് പോകുന്നുണ്ട്. അത് ആമസോണിലും ഇതിലാണ് വരുന്നത്, ഓൺലൈനിൽ വരുന്നുണ്ട്. പിന്നെ അത് പ്രമുഖ കമ്പനികൾക്കാണ് സപ്ലൈ ചെയ്യുന്നത്. ആ പ്രമുഖ കമ്പനിയാണ് കേരളത്തിൽ നിന്ന് മാനുഫാക്ചർ ചെയ്തിട്ട് ഇവർ കൊണ്ടുവന്നത്. പക്ഷെ അവർക്ക് പ്രശ്നമില്ല. അവർക്ക് തിക്നെസ് കുറഞ്ഞു കഴിഞ്ഞാൽ, മെറ്റീരിയൽ മാറിക്കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇത് ആക്ച്വലി എൻ്റെ ഒരു ശ്രദ്ധയിൽപ്പെട്ടതാണ്. അപ്പോൾ ഞാനിത് എനിക്ക് ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവരുടെ ഇടയിലും പാസ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാനിത് ഒന്ന് ജസ്റ്റ് ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്നുള്ള കാരണം. ഓക്കെ, താങ്ക് യു.